നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതുന്നതിനായി ത്രിപുര ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് 8 ജില്ലകളിലെ 60 നിയമസഭാ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 28 ലക്ഷത്തിലേറെ വോട്ടർമാരാണ് വിധിയെഴുതുന്നത്. അക്രമ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനത്ത് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒരു മാസം നീണ്ട പ്രചാരണങ്ങൾക്കൊടുവിലാണ് സംസ്ഥാനം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. ഭരണനിരങ്ങൾ ഉയർത്തി ബി.ജെ.പിയും പുതിയ സഖ്യത്തിലൂടെ ഭരണത്തിലേറാമെന്ന പ്രതീക്ഷയിൽ കോൺഗ്രസും സി.പി.എമ്മും പ്രചാരണം നയിച്ചപ്പോൾ ശക്തമായ പോരാട്ടം നടക്കുമെന്നത് ഉറപ്പ്. ബി.ജെ.പി 55 സീറ്റിലും സഖ്യകക്ഷിയായ ഐ.പി.എഫ്.ടി 6 സീറ്റിലും മത്സരിക്കുമ്പോൾ സി.പി.എം 47 സീറ്റിലും കോൺഗ്രസ് 17 സീറ്റിലുമാണ് മത്സരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിന് 28 സീറ്റിൽ സ്ഥാനാർത്ഥിയുണ്ട്. ഗോത്രവർഗ വോട്ടുകൾ സമാഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന തിപ്ര-മോദ പാർട്ടി 42 സീറ്റിൽ മത്സരിക്കുന്നു. 259 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ഇതിൽ 31 പേർ സ്ത്രീകളാണ്. അക്രമസാധ്യത കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വെള്ളിയാഴ്ച വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. സംഘർഷ മേഖലകളായ വിശാൽഘട്ട്, ഉദയ്പൂർ, മോഹൻപൂർ അടക്കമുള്ള ഇടങ്ങളിൽ അർദ്ധസൈനിക വിഭാഗത്തെയും വിന്യസിച്ചിട്ടുണ്ട്. 2018 ഇടതുകോട്ട തകർത്ത് സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിച്ച ബി.ജെ.പി ഇത്തവണ റെക്കോർഡ് ഭൂരിപക്ഷത്തിലുള്ള ഭരണ തുടർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. ഇടത് കോൺഗ്രസ് കൂട്ടുകെട്ട് രൂപപ്പെട്ടത് ബി.ജെ.പിക്ക് വലിയ വെല്ലുവിളിയാണ്. ഭരണവിരുദ്ധ വികാരം വോട്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സി.പി.എം കോൺഗ്രസ് സഖ്യം. പ്രാദേശിക പാർട്ടിയായ തിപ്ര-മോദ പ്രവർത്തനം ശക്തമാക്കിയത് പോരാട്ടം കടുപ്പമാക്കിയിട്ടുണ്ട്. ബി.ജെ.പിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പ്രചാരണം നയിച്ചപ്പോൾ സി.പി.എമ്മിനായി സീതാറാം യെച്ചൂരിയും കോൺഗ്രസ് നിരയിൽ അധീർ രഞ്ജൻ ചൌധരി ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രചാരണത്തിനെത്തി. ജനപ്രിയ വാഗ്ദാനങ്ങൾ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ. മാർച്ച് 2-നാണ് വോട്ടെണ്ണൽ. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.